ഹായ് ഡിയർ ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇനി തുടർന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വെള്ളിയാഴ്ച തുടങ്ങിയത് തന്നെ ഒരു ഡീടോക്സ് ഡ്രിങ്ക് കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിനു മുമ്പേ ഞാനൊരു ഈ ഡീടോക്സ് ഡ്രിങ്കിൻ്റെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. കുക്കുംബർ ലെമൺ ഡ്രിങ്കാണ്. അപ്പോൾ അതൊരു വലിയ ഗ്ലാസ് കുടിച്ചുകൊണ്ടാണ് എൻ്റെ ഫ്രൈഡേ തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് മെല്ലെ കിച്ചൺ പണിയിലേക്ക് തുടങ്ങി. അപ്പോൾ ബിരിയാണി ആയിരുന്നില്ല ഒന്ന് ഫ്രൈഡേ സ്പെഷ്യൽ, സാധാ ചോറും കറികളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, പെട്ടെന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. കാരണം എനിക്ക് കുറച്ചധികം തന്നെ ക്ലീനിങ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഈ വെള്ളിയാഴ്ച. പിന്നെ ആകെ കിട്ടുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ടൈം വെക്കേണ്ടത് കാരണം ഫുഡിന് ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ബിരിയാണി ഒഴിവാക്കിയത്. പിന്നെ സാധാ ചോറ്, പപ്പടം, ഫ്രൈ, വറവ്, സാമ്പാർ, അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ ചമ്മന്തി. സാധാ ചോറ് പിന്നെ കുറച്ചധികമായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബിരിയാണി നമ്മളധികം കഴിക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് ശേഷം എന്തായാലും ഒരു മത്ത് പിടിച്ച പോലെ ഒന്ന് കിടക്കേണ്ടി വരും. അതുകൊണ്ട് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം കുറച്ചധികം തന്നെ ക്ലീനിങ് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ചെയ്തിരുന്നത് പർദ വാഷാണ്. ഞാനിവിടെ പർദ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അബായ സ്ഥിരമായി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ അബായ ഷാമ്പു ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ സോപ്പ് പൊടിയിലും ഒക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തുണികളൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ അബായ ഷാമ്പു ആണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പിന്നെ ക്ലോത്ത് നല്ല ഫ്രഷ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അബായ യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ ഷാമ്പു ഉപയോഗിക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ അബായ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരിക്കലും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യരുത്. കാരണം അബായൻ്റെ ക്ലോത്തും അതിൻ്റെ ആ ഒരു ഷൈനിങ്ങൊക്കെ ശരിക്കും ഡാമേജ് ആവും നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. കഴിയുന്നതും ബക്കറ്റിൽ ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ അബായ ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരുപാട് ചെളിയൊന്നും അങ്ങ് ഉണ്ടാവില്ല, നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടാൽ തന്നെ ഒന്ന് വാഷ് ചെയ്യുമല്ലോ. അപ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും, പിന്നെ നല്ലൊരു ഫ്രഷ് ലുക്കും ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഈ ഒരു ഷാമ്പൂവിൽ തന്നെ ചെയ്യണം. പിന്നെ ഈ ഫ്രൈഡേ കാര്യമായിട്ട് ചെയ്യാനുള്ളത് ഒരു കാർപ്പറ്റ് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു, പിന്നെ മടി പിടിച്ച് തിരക്കിലായി പോയത് കാരണം അങ്ങനെ മിസ്സായി. അപ്പം അത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐക്യയിൽ ഒരു റോളർ വാങ്ങിച്ചിരുന്നു. അപ്പോൾ കാർപ്പറ്റിൽ ഇങ്ങനെ ചെറിയ മുടി പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തട്ടിയാൽ അങ്ങനെ പോകില്ല, പറ്റി പിടിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ക്ലോത്തിൽ. പിന്നെ ഇതുപോലെ ഇതാ ചൊപ്പ് പൊന്തിയിട്ടുണ്ട്. ചൊപ്പ് പൊന്തി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ ആ ഒരു ചിലപ്പോൾ ഡ്രസ്സിനൊക്കെ കാണാറുണ്ടല്ലോ നൂലിങ്ങനെ പൊന്തിക്കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ റോളർ വാങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ റോളർ കൊണ്ട് ചെയ്തപ്പോൾ പോയി അതിലുള്ള മുടിയും പൊടിയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് നല്ലോണം ഇങ്ങനെ ചൊപ്പ് പൊന്തിയിട്ടുള്ളത് കാരണം കംപ്ലീറ്റ്ലി പോയില്ല. അപ്പം ഞാനൊരു ഷേവിങ് സെറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് വടിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പോയി, കാർപ്പറ്റ് നല്ല ക്ലീനായി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്, അപ്പോൾ ഈ ഫ്രൈഡേ ചെയ്യാൻ പറ്റി. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ റോളർ. ഇതിലുള്ള പേപ്പർ നമുക്ക് പറിച്ച് കളഞ്ഞ് പിന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഐക്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 5 റിയാൽ 6 റിയാൽ എങ്ങനെയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്രസ്സിനായാലും കാർപ്പറ്റിനായാലും ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ എന്നും തീരാത്തൊരു പണിയാണ് ഇങ്ങനെ അടുക്കി പറക്കി വെക്കൽ. എന്ത് സാധനങ്ങളും എത്ര നീറ്റായിട്ട് വെച്ചാലും പിന്നെയും അവിടെ ഇവിടെയായിട്ട് ഉണ്ടാകും. കാരണം കുട്ടികളുടെ വീട്ടിൽ ഇങ്ങനൊക്കെ തന്നെയായിരിക്കും. ഒരു ഭാഗത്ത് നമ്മൾ അടുക്കി പെറുക്കി വെച്ചാലും വേറൊരു ഭാഗത്തു കൂടി എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കുട്ടികളുടെ മേശയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഇതുപോലെയുള്ള ക്ലീനിങ്ങിന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടൊരു ടൈം നോട്ട് ചെയ്താൽ മതി. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, അങ്ങനെ കറക്റ്റ് ടൈം നോക്കി നമ്മൾ ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റും. പിന്നെ ഒരുപാട് അങ്ങ് ടയേർഡാവും ചെയ്യില്ല. കാരണം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഇന്ന ഭാഗം ഇത്ര ടൈം കൊണ്ട് ക്ലീൻ ചെയ്യാമെന്നപ്പം വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ നമ്മൾ ആകെ കിട്ടുന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ഫ്രൈഡേ എന്തെങ്കിലും നോർമലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ അഡീഷണൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ പണികൾ ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ചെയ്തത് അയൺ ചെയ്യലാണ്. അപ്പോൾ കുറച്ചധികം തന്നെ എനിക്ക് ഇസ്തിരി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ആവശ്യമുള്ളത് മാത്രം 2-3 അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ വെള്ളിയാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ച് കൂട്ടി വെച്ചതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ ഒരുപാട് അയൺ ചെയ്യാനുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്ന് കാറ്റഗറി ആയി വെച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഷർട്ടാണെങ്കിൽ ഷർട്ട് മാത്രം ഒന്നിച്ച് തേക്കുക, പാൻറ്റാണെങ്കിൽ പാൻറ്റ് മാത്രം ഒന്നിച്ച്, പിന്നെ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും. ഇതൊക്കെ ഇട്ട് തീർക്കണ്ടേ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് നീറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരേ ടൈപ്പ് ഡ്രസ്സ് തന്നെ എടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ആണുങ്ങളതാണെങ്കിൽ ഷർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഷർട്ട്സൊക്കെ ഒന്നിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരേ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളെ യൂണിഫോം വേറെ തന്നെ ഒന്ന് തേക്കാനെടുക്കുക. ഇപ്പോൾ സ്കൂള് വെക്കേഷൻ ആയത് കാരണം യൂണിഫോം ഒന്നും ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഷർട്ടാണ് ആദ്യം എടുത്തത്. ഷർട്ട് നിങ്ങൾ തേക്കുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് ചെയ്യണം, ചെയ്യാത്തവരാണെങ്കിൽ. കാരണം എന്നാൽ നല്ല ഇസ്തിരി ശരിക്ക് വീഴുള്ളൂ. ഷർട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക വെള്ളം. അതിനുശേഷം പ്രത്യേകിച്ച് കോട്ടൺ ആണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ സാധാരണ ചുരിദാറൊക്കെ അയൺ ചെയ്യും പോലെ അല്ലല്ലോ, ഷർട്ടാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് 100% ചെയ്താൽ മാത്രമേ ആ ഒരു ഇട്ടാൽ ആ ഒരു ഭംഗിയും ഒരു ലുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചുരിദാർ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ലേഡീസിൻ്റെ തേക്കുമ്പം അത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഷർട്ട് തേക്കുന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് തന്നെ ചെയ്യണം, എന്നാലേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അയൺ ചെയ്യുമ്പോൾ. പിന്നെ ഇതുപോലെ ഷർട്ടൊക്കെ അയൺ ചെയ്യുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അയൺ ബോക്സ് ഓൺ ചെയ്ത് നല്ല ചൂടായതിന് ശേഷം ഡയറക്റ്റ് ഒരിക്കലും ഡ്രസ്സിൻ്റെ മുകളിൽ വെക്കാൻ പാടില്ല. നമ്മളെ ജീന് അതുപോലെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ അയൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെച്ചാലും കുഴപ്പമില്ല. ബെറ്റർ എപ്പോഴും നമ്മൾ അയൺ ബോക്സ് ചൂടായി അതിൻ്റെ പുറത്തേക്ക് ഡയറക്റ്റ് വെക്കാണ്ടിരിക്കുന്ന നല്ലത്. ഒന്നുകിൽ നമ്മൾ അവിടെ വിരിച്ച ബെഡ്ഷീറ്റിലോ അതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുക്കുക. കാരണം ചിലപ്പോൾ അയൺ ബോക്സിൻ്റെ അടിയിൽ എന്തെങ്കിലും കറയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഷർട്ടിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ നല്ല ചൂടിലാണെങ്കിൽ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും നല്ലത് എപ്പോഴും വേറെ ഏതെങ്കിലും സാധനത്തിൻ്റെ പുറത്തൊന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഷെൽഫിൽ അയൺ ചെയ്ത ഡ്രസ്സ് വെക്കുമ്പോഴും ഒന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ചെയ്യാറുള്ളത് യൂണിഫോമൊക്കെ ആദ്യം ഫ്രണ്ടിൽ വെക്കും, പിന്നെ അതിന് ശേഷം ഉള്ള കാഷ്വൽ വെയർ, പിന്നെ ഓഫീസ് യൂസിൻ്റെത്, പിന്നെ പുറത്ത് പോകുമ്പോൾ ഉള്ളത്, അങ്ങനെ സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ ആണുങ്ങൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉണ്ടായിരുന്ന ജോലി കുട്ടികളുടെ മേശയൊക്കെ ക്ലീൻ ചെയ്തൊന്ന് അടുക്കി പെറുക്കി വെക്കലായിരുന്നു. അടുക്കി പെറുക്കി വെക്കൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം രാവിലെ ഒന്ന് വെക്കണം, പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം അതിൻ്റെ ഇടയിലും അതിൻ്റെ അടിയിലുള്ള പോക്കറ്റിലൊക്കെ ഉള്ളത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യും. അതിൽ അവർ വരച്ചിട്ടതൊക്കെ മാറ്റി ബാക്കി അവർക്ക് ആവശ്യമുള്ളത് മാത്രം ആ ടേബിളിൽ കീപ്പ് ചെയ്യും. പിന്നെ എപ്പോഴും നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ടേബിളും ചെയറൊക്കെ ആണെങ്കിൽ ഒന്ന് വെള്ളം മുക്കി തുടക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇഷ്ടംപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പെൻസിലൊക്കെ ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് വല്ലതും കഴിക്കുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യും പോലെ തന്നെ കുട്ടികളുടെ ടേബിളും ചെയറൊക്കെ നീറ്റ് ചെയ്യുന്നത്
ഒരു ശീലമാക്കണം. അറ്റ്ലീസ്റ്റ് ഒരു വീക്കെൻഡിലെങ്കിലും. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഈ ടേബിൾ നന്നായി ഒന്ന് സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡേ ഒന്ന് വെള്ളമൊക്കെ തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത്, ഇപ്പം ആദ്യം മോൻ്റെതാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ അവന് വരച്ചിടാനുള്ള കുറച്ച് പേപ്പർ ഞാനിതിൻ്റെ മുകളിൽ എടുത്ത് വെക്കും. പിന്നെ വെക്കേഷൻ ആയത് കാരണം കുറച്ച് ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ. അത് ഞാൻ വേറെ പേപ്പറിൽ സെപ്പറേറ്റ് ചെയ്ത് 2 സൈഡിലാക്കി വെച്ചാൽ അവന് ആവശ്യമുള്ളത് വന്ന് ചെയ്തോളും. ഹോംവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് ചെയ്യും. പിന്നെ വരച്ചിടേണ്ട മൂഡിലാണെങ്കിൽ കളർ ചെയ്യും, വരച്ചിടൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ്ഡ് ആയിട്ടൊരു റെസ്റ്റൊക്കെ എടുത്ത് രാത്രി ഞങ്ങൾ പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ പതിപോലെ ഈ ഒരു ചൂട് സമയത്ത് മോളിലേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ ഇപ്പോൾ ഖത്തറിൽ നല്ല ചൂടായതിനാൽ മോളുകളിൽ സമ്മർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇവൻ്റ് നടക്കുന്നുണ്ട്. കുറേ മോളുകളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നെറ്റിൽ നോക്കി ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്കായിരുന്നു പോയത്. ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ എപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ എത്ര തിരക്കുണ്ടായാലും അതൊരിക്കലും എഫക്റ്റ് ചെയ്യില്ല, കാരണം അത്രയും സ്പേഷ്യസ് ആണത്. പിന്നെ വെക്കേഷൻ്റെ ആ ഒരു ആളില്ലാത്ത കുറവൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവൻ്റ് നടക്കുന്നത് കൊണ്ടായിരിക്കണം ഒരുപാട് കുട്ടികളും ഫാമിലീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുട്ടികളുടെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ തന്നെ കുറച്ച് ടൈം എടുത്തു. ഞങ്ങളവിടെ കുറേ തപ്പി നടന്നു. ലാസ്റ്റ് നമ്മൾ ഇവൻറ്റിൻ്റെ സ്ഥലത്തെത്തി. കുട്ടികളും നല്ല ഹാപ്പിയായി. നല്ല ഫ്രീ ആയിട്ടുള്ള എൻട്രി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ മോളുകളിൽ പോയാൽ എന്നും ഉണ്ടാകുന്ന സെയിം അസുഖം തന്നെയായിരുന്നു മക്കൾക്ക്. ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞങ്ങൾക്കും പിന്നെ ഒട്ടും കുറവല്ല. പുറത്തു പോയി ആണെങ്കിൽ ഒരു പ്രത്യേക വിശപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പിലെ വ്ളോഗിലും. അപ്പോൾ എല്ലാവരും കൂടി ഉപ്പാപ്പാനെയും കൂട്ടി നമ്മൾ പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫ്രൈഡേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.